ഈ കുടുംബം എന്ന് പറയുന്നത് പൂത്ത് തളിർത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ശ്രദ്ധക്കുറവുണ്ട്. അതിന്റെ ഒരു ചില്ല പോലും ഓടിയരുത്. ഓടിയാൻ നമ്മൾ സമ്മതിക്കരുത്. നിലവിലിപ്പോ എത്ര കാമുകിമാരുണ്ട്? ഭർത്താവിന്റെ സ്വകാര്യതയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതല്ല ഭാര്യയുടെ പണി. 24 hours ഒരു ബോഡി ഗാർഡ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, അടിമയല്ല. ഇടപെടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലുതാകുന്നത്. ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഞാൻ? യെസ്, ഡോക്ടർ പറഞ്ഞതിലും ചെറിയൊരു ന്യായമുണ്ട്. നിങ്ങൾക്കത് കോടതി പറയാം. നിങ്ങളൊക്കെ എന്താ മിണ്ടുമ്പോഴേക്കും കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് കാട് കയറുന്നത്? ഇവിടെ സ്നേഹത്തിന്റെ ഭാഷയില് ഒന്നിനും ഒരു പരിഹാരമില്ലേ? ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചതല്ലേ? വേറൊന്നിനും സീറ്റ് കിട്ടിയില്ലേ? കോഫി ഷോപ്പായിട്ട് തന്നെ ഇത് തുടങ്ങിയതല്ലേ? അതെ. ഫ്രൂട്ട് സ്റ്റോള്, ഷൂ മാർട്ട്, ഇലക്ട്രോണിക് ഗുഡ്സ്, അതിനൊന്നും സ്കോപ്പ് ഉണ്ടായിരുന്നില്ലേ? ഈ കുടുംബം എന്ന് പറയുന്നത് നോഹയുടെ പേടകം പോലെയാ. പാമ്പും പുലിയും കരടിയും മാനും ഒക്കെ അതിനകത്തുണ്ടാവും. ഒരു നയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ ഇതെല്ലാം കൂടി കടിപിടി കൂടി അത് മുക്കുന്നുള്ളത് ഉറപ്പാ. പഠിച്ച പെൺകുട്ടികളെ പിടിച്ച് അടുക്കളന്റെ ഉള്ളിൽ കെട്ടിയിട്ട് ബിരിയാണിയും കോഴിക്കറിയും വെപ്പിക്കുന്നത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. ഇന്നല്ലാഹ മഹാസാബരി, ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് തങ്ങളെ. ബൈബിളിന്റെ കാര്യം എന്നോട് ആരെങ്കിലും ചോദിച്ചാ? കസ്തൂരി പൊട്ടും തൊട്ടൻ കണ്ണാൻ തുമ്പി വാവാ, ഇതിനകത്തി തിന്നാൻ പിന്നെ തില്ലാനകൾ പാടാം. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണണമെങ്കിൽ അയൽവക്കക്കാരന്റെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിലല്ല എനിക്ക് സങ്കടം, അവരുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടതില്ല. കണ്ടു കണ്ടു കാക്കക്കുയിലേ പട്ടുടുത്ത പാവക്കുഞ്ഞ്, കാറ്റുമൂടും ചൂളം കേട്ടാൽ മാറിലൊട്ടും മൈനക്കുഞ്ഞ്. തകർച്ചയുടെ വക്കിൽ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചാണ് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എനിക്ക് അനുസരിച്ചേ പറ്റൂ.